ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി അന്തരിച്ചു. അർബുദത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. സംസ്കാരം നാളെയാണ്. വിനീത വേണുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, കഴിഞ്ഞ നിതീഷ് കുമാർ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, ബീഹാറിലെ ബി.ജെ.പിയുടെ മുഖമായിരുന്നു സുശീൽ കുമാർ മോദി എന്ന് തന്നെ പറയണം. അദ്ദേഹം ദീർഘകാലമായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. എയിംസിൽ ചികിത്സയിലിരിക്കെയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. 72 വയസ്സായിരുന്നു. ജെ.ഡി.യുമായി സഖ്യത്തിലെത്തി രൂപീകരിച്ച 2 സംസ്ഥാന സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. രാജ്യസഭാ എം.പി ആയിരുന്നു അതിനുശേഷം. ഈ അടുത്ത കാലത്താണ് കാലാവധി അവസാനിച്ചത്. അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് നൽകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് താൻ ക്യാൻസർ ബാധിതനാണ് എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. നിതീഷ് കുമാറുമായി മികച്ച ബന്ധമാണ് സുശീൽ കുമാർ മോദിക്ക് ഉണ്ടായിരുന്നത്. നിതീഷ് ഇന്ത്യ മുന്നണി വിട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് NDA-യിലേക്ക് എത്തുന്നതിൽ ചുക്കാൻ പിടിച്ചതിൽ പ്രധാനിയാണ് സുശീൽ കുമാർ മോദി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ താരപ്രചാരകനായും ഒപ്പം പ്രകടന പത്രിക കമ്മിറ്റി അംഗമായൊക്കെ സുശീൽ കുമാർ മോദിയെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം അസുഖബാധിതനായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയില്ലെന്നും 6 മാസമായി ക്യാൻസറുമായി പോരാടുകയാണെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പലരും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് താൻ രോഗബാധിതനാണ് എന്ന കാര്യം പുറത്തു പറയുന്നത്. ഏറ്റവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പൊൻകുന്നം സ്വദേശിയായ ജെസ്സി ജോർജ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ കേരളവുമായും ഒരു ബന്ധം സുശീൽ കുമാർ മോദിക്കുണ്ട്. നമുക്കറിയാം, പല വിഷയങ്ങളിൽ ബീഹാറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വിവാദങ്ങളിലും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും പ്രചാരണം നടത്തുകയൊക്കെ ചെയ്ത മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സുശീൽ കുമാർ മോദി. ഏതായാലും നാളെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. ബീഹാറിൽ NDA-യുടെ BJP-യുടെ ഒരു മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിനിടെ വിട പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സുശീൽ കുമാർ മോദിയാണ് അന്തരിച്ചത്.